ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എൻ്റെ പുറകിൽ കണ്ടോ, ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട്. അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശിഖരങ്ങളൊക്കെ കണ്ടോ, ഒരു ഓടൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം അത്യാവശ്യം കായ്ക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് കായ്ക്കുന്നതാണ്, പക്ഷേ ഇതുപോലെ കായ്ച്ചിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട്. കുറേ കായ്കൾ പറിച്ചു. ഇത് കണ്ടോ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആവറേജ് വലിപ്പമുണ്ട്, ഭയങ്കര വലിപ്പമല്ല, നല്ലൊരു മീഡിയം സൈസ് വലിപ്പമുണ്ട്. എല്ലാം പാകമായിട്ടുണ്ട്, ഒക്കെ പറിക്കാറായിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ കണ്ടോ, അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിന് എന്താ പ്രത്യേകിച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതുണ്ടോ, ഇതെല്ലാം ഭയങ്കര വലുപ്പത്തിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ തണ്ടുകളെല്ലാം ഇതുപോലെ വലുപ്പത്തിലായിരുന്നു, ഭയങ്കര നീളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ തന്നെ കായ്ക്കുന്ന വേറൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെ എൻഡ് ഇതുപോലെ കട്ട് ചെയ്തു. ഒത്തിരി ഇത് നീണ്ടു വന്നാൽ കായ്ക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ എൻഡുകളെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ഓരോ ശിഖരങ്ങൾ പൊട്ടി വന്നാലാണ് കൂടുതൽ കായ്ഫലം ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കാഷ്ടം ഉണ്ടല്ലോ, കോഴിവളം, അതിട്ടാലും അതും കൊടുക്കണം എന്ന് പറഞ്ഞു. അതും നല്ല രീതിയിൽ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റിസൾട്ടും കിട്ടി. ചൂടും കണ്ടോ, തറയിൽ നിന്ന് കുറച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. കാരണം വെള്ളക്കെട്ടൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളക്കെട്ട് ഉണ്ടായാൽ അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ അത്യാവശ്യം പൊക്കിയാണ് ഇതിൻ്റെ ചുവട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൈ വെക്കുന്ന അന്ന് മുതലുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാം പാകമായിട്ട് ഇരിക്കുകയാണ്, എല്ലാം പറിക്കാറായിട്ടുണ്ട്. പൊളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇനി പറിക്കും. ഇതിൻ്റെ മുമ്പ് കുറച്ചൊക്കെ പറിച്ചു, അന്ന് ശരിക്കും പാകമായില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാം ആയിട്ടുണ്ട്. ഇതെല്ലാം പറിച്ചിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഭയങ്കരമായിട്ട് വെയിൽ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ ഈ സൈഡ് നല്ല വെയിലടിക്കായിരുന്നു, അതുകൊണ്ട് ഈ സൈഡ് അത്യാവശ്യം നല്ല കായ്ച്ചിട്ടുണ്ട്. അപ്പുറം സൈഡിലോട്ട് കുറവാണ്. അങ്ങോട്ട് വെയിൽ കുറവായതുകൊണ്ട് അങ്ങോട്ട് കാപിടുത്തം കുറവായിരുന്നു കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം എല്ലാം നല്ല കളറായിട്ടുണ്ട് കേട്ടോ, നല്ല പാകമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകമെന്ന് പറയുന്നത് ഈ കളറല്ല കേട്ടോ, അകം വൈറ്റാണ്. ഇത് പിങ്ക് അല്ല. ഇത് കണ്ടോ, വൈറ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല പാകമായാൽ നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ചിലരൊക്കെ പറയും ഇത് വൈറ്റ് വലിയ ടേസ്റ്റില്ല എന്ന് പറയും. പക്ഷേ അത്യാവശ്യം മൂപ്പായാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ജൈവവളം ഇട്ടിട്ട് വളർത്തിയാൽ, ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിവളം മതി. കോഴിക്കാട്ടിട്ടാൽ നല്ല ഇതിന് വേണ്ട എല്ലാം ഉണ്ട്. അതും പിന്നെ അതുപോലെ ഉണക്ക ചാണകം ഇട്ട് കൊടുത്ത് വളർത്തിയാൽ നല്ല രീതിയിൽ കായ്ക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ എൻഡ് ഉണ്ടല്ലോ, ഈ തണ്ടിൻ്റെ ഒക്കെ എൻഡ് കട്ട് ചെയ്തും കൊടുക്കുക. അപ്പോൾ അതിന് കുറേ ബ്രാഞ്ചുകൾ വന്നിട്ട് കൂടുതൽ ഫലങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഓക്കെ, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വെറൈറ്റി വീഡിയോ വരേക്കും ഗുഡ് ബൈ.